നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കായിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റുകൾ സൃഷ്ടിക്കുന്ന രണ്ട് ഇതിഹാസങ്ങളാണ് സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും. നമുക്കറിയാം, 2021 ക്രിസ്ത്യാനോ റൊണാൾഡോ യുവന്റസ് വിട്ടുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തിയത്. ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആഘോഷമാക്കിയ ഒരു തിരിച്ചുവരവായിരുന്നു അത്. മാത്രമല്ല, അന്ന് ഒരു റെക്കോർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അതായത് 48 മണിക്കൂറിനുള്ളിൽ സ്പോർട്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ജേഴ്സി എന്ന റെക്കോർഡായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ സ്വന്തം പേരിലാക്കിയിരുന്നത്. പക്ഷേ റൊണാൾഡോയുടെ ഈ പേരിലുള്ള റെക്കോർഡ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ലയണൽ മെസ്സി തകർക്കുകയും ചെയ്തിരുന്നു. അതായത് മെസ്സി PSG വിട്ടുകൊണ്ട് അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയിലേക്ക് വരികയായിരുന്നു. അത് വലിയ ചലനങ്ങളായിരുന്നു ഫുട്ബോൾ ലോകത്ത് സൃഷ്ടിച്ചിരുന്നത്. ലയണൽ മെസ്സിയുടെ ജേഴ്സികൾ വളരെ വേഗത്തിൽ വിറ്റഴിഞ്ഞു. ക്രിസ്ത്യാനോയുടെ റെക്കോർഡ് തകർത്തുകൊണ്ട് 1-ാം സ്ഥാനം മെസ്സി സ്വന്തമാക്കുകയായിരുന്നു. എന്നാൽ ഈ രണ്ട് താരങ്ങളെയും പിറകിലാക്കിക്കൊണ്ട് മറ്റൊരു താരം ഇപ്പോൾ 1-ാം സ്ഥാനം കൈക്കലാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു ഫുട്ബോൾ താരമല്ല, മറിച്ച് ബേസ്ബോൾ താരമാണ്. അതായത് പ്രമുഖ ബേസ്ബോൾ ടീമായ ലോസ് ആഞ്ചലസ് ഡോഡ്ജേഴ്സ് ജാപ്പനീസ് സൂപ്പർ താരമായ ഷോഹൈ ഒഹ്റ്റാനിയെ പുതുതായി ടീമിലേക്ക് എത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജേഴ്സിയാണ് ചൂടപ്പം പോലെ വിറ്റുപോയത്. ഇന്ന് കായിക ലോകത്ത് 48 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ജേഴ്സികൾ വിറ്റഴിഞ്ഞ താരം എന്ന റെക്കോർഡ് ഒഹ്റ്റാനിയുടെ പേരിലാണ്. മെസ്സി 2-ാം സ്ഥാനത്തും ക്രിസ്ത്യാനോ റൊണാൾഡോ 3-ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ ഉള്ളത്. ഫനാറ്റിക്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിൽ വലിയ ജനപ്രീതിയുള്ള ഒരു ഗെയിമാണ് ബേസ്ബോൾ. ഏതായാലും ഈ റെക്കോർഡ് ഇനി ആരായിരിക്കും തകർക്കുക എന്നൊക്കെ അറിയാൻ ഇനി കാത്തിരിക്കേണ്ടതുണ്ട്. ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവർക്ക് ഈ റെക്കോർഡ് തകർക്കണമെങ്കിൽ തീർച്ചയായും അവർ ക്ലബ്ബ് മാറേണ്ടതുണ്ട്. അത് ഇനിയിപ്പോൾ ഈ ഒരു അടുത്ത കാലത്തൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.